ഹൈക്കോടതി വിധിയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഈ പുരുഷനെതിരെ വ്യാജ പരാതിയാണ് എങ്കിൽ, അല്ലെങ്കിൽ പരാതി വന്നാൽ കോടതി പറയുന്നത് വരെ ഇവൻ്റെ പ്രൈവസി സംരക്ഷിക്കപ്പെടണം. ഇല്ലെങ്കിൽ ആലോചിച്ചു, ഞാൻ എൻ്റെ ഉദാഹരണമോ അല്ലെങ്കിൽ നിങ്ങളുടെ ഉദാഹരണം വെച്ച് പറയാം. നാളെ നിങ്ങൾക്കെതിരെ ഒരു പ്രൊഫഷണൽ ജലസിയുടെ ഭാഗമായിട്ട് ഒരാൾ വ്യാജ പരാതി കൊടുത്തു. അതായത് മുകേഷിന് പറ്റിയതാ, പ്രൊഫഷണൽ ജലസിയുടെ പേരിൽ വ്യാജ പരാതി കൊടുത്തു. നമുക്ക് ബ്രാൻഡ് അസോസിയേഷൻസ് ഇല്ലേ, നമുക്ക് സ്പോൺസർഷിപ്പ് വരുന്ന ആൾക്കാരില്ലേ, ബ്രാൻഡ് എൻഡോഴ്സ്മെൻറ്റ്സ് ഇല്ലേ, ഞാൻ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുകയാണ്, ജോലിയില്ലേ, അല്ലെങ്കിൽ ഹിഷാം വർക്ക് ചെയ്യുകയാണ്, ജോലിയില്ലേ, നാളെ റിച്ച് ഇന്നോവേഷൻസ് ആയിരിക്കും, വേറൊരാളായിരിക്കും, നമ്മുടെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നു, സസ്പെൻഡ് ചെയ്യപ്പെടുന്നു. ഇനി നാളെ ഏതെങ്കിലും രീതിയിൽ അല്ലാന്ന് വന്നു കഴിഞ്ഞാൽ ആരും അറിയുന്ന പോലുമില്ല. അപ്പോൾ ഇത് സീരിയസ് ആയൊരു ഇഷ്യൂ ആണ്. നിങ്ങളിൽ ഓരോരുത്തരിലും ഒരു മുകേഷ് നായരും ഒരു കുട്ടികൾ ജയചന്ദ്രനും അങ്ങനെ നീതി നിഷേധിക്കപ്പെട്ട ഒരു പുരുഷനുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ മെൻസ് കമ്മീഷൻ. അടുത്ത 6 മാസം കൊണ്ട് നമ്മൾ ഓൾറെഡി 62 MLA-മാരെ കണ്ടു, പേഴ്സണലി കണ്ടു. ഞാൻ മാത്രമല്ല, ഒരുപാട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ. നമ്മൾ ആരും വേറെ ഒന്നിനു വേണ്ടിയിട്ടല്ല, ഇത് എല്ലാവർക്കും അയച്ചു കൊടുത്ത് ഇത് നിയമസഭ ഓൾറെഡി പ്രിന്റ് ചെയ്ത ബില്ലാണ്. ഇതൊരു പുരുഷ കമ്മീഷനായി കൊണ്ടുവരണം. വനിതാ കമ്മീഷൻ പോലെ നീതി സൗഹാർദ്ദ ഇടങ്ങൾ, ജസ്റ്റിസ് ഫ്രണ്ട്ലി സ്പേസസ്. ഈ കഴിഞ്ഞ ആഴ്ചയല്ലേ എത്രയോ പേര് ആത്മഹത്യ ചെയ്ത വാർത്തകൾ നമ്മൾ കണ്ടത്, അതായത് വ്യാജ പരാതികളും കൂടുകയായി ബന്ധപ്പെട്ട്. നമ്മുടെ നാട്ടിലല്ലേ ആനന്ദ് വിശ്വനാഥൻ എന്ന് പറഞ്ഞൊരു വ്യക്തി 3 വർഷം ജയിലിൽ കിടന്നു. ദേശീയ തലത്തിൽ ഒരു രാം തിവാരി 7 വർഷം വ്യാജ പരാതി കാര്യത്തിൽ ജയിലിൽ കിടന്നു. 7 വർഷം വ്യാജ പരാതി അന്ന് അവസാനിപ്പിച്ചു. കഴിഞ്ഞ വർഷം തൊട്ട് 1-2 കോടതികൾ, പ്രത്യേകിച്ച് ഗുജറാത്തിലെ അടക്കമുള്ള 1-2 കോടതികൾ വ്യാജ പരാതിയുടെ പേരിൽ പുരുഷൻ എത്ര ദിവസം ജയിലിൽ പോയോ അത്രയും ദിവസം തന്നെ സ്ത്രീയും ജയിലിൽ കിടക്കണമെന്നുള്ളൊക്കെ വിധി വന്നു. ഇപ്പം നമ്മളിത് സ്ത്രീകളെ മോശമാക്കാനല്ല, ഒട്ടും സ്ത്രീവിരുദ്ധമല്ല. സ്ത്രീകൾക്ക് നിലനിൽക്കുന്ന എല്ലാ അവകാശങ്ങളും അതേപോലെ തന്നെ നിലനിൽക്കണം. പുരുഷ കമ്മീഷനിലും ബഹുമാനപ്പെട്ട എൽദോസ് തയ്യാറാക്കി നിയമസഭയ്ക്ക് കൊടുത്ത ബില്ലിൽ പുരുഷ കമ്മീഷനിലും സ്ത്രീ പ്രാതിനിധ്യം വളരെ പ്രാധാന്യത്തോടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളെ അന്താരാഷ്ട്ര പുരുഷ ദിനമാണ്. നമ്മളുടെ അച്ഛൻ, നമ്മളുടെ മകൻ, നമ്മളുടെ ഭർത്താവ്, നമ്മളുടെ സഹോദരൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് വേണം. അത് ആരെ കൊടുക്കാനും ഇതാകും. നാളെ ഞാനാകാം, നിങ്ങളാകാം, നമ്മുടെ മകനാകാം, നമ്മുടെ സുഹൃത്തോ സഹോദരനോ ആകാം.